പ്രിയരെ, മോശ മലയിൽ കയറുമ്പോൾ യോശുവ യുദ്ധം ജയിക്കുകയാണ്. ഹലോ, ആ യുദ്ധം ജയിക്കുമ്പോഴും കരമുയർത്തി നിർത്തിയിരിക്കുന്ന മോശയുടെ കൈ താങ്ങാൻ 2 പേർ ഓടിച്ചെന്നു. ഒരുവൻ്റെ പേര് അഹരോൻ, രണ്ടാമത്തവൻ്റെ പേര് ഹൂര്. അഹരോനിൽ അമ്മ പൗരോഹിത്യം കൊടുത്തപ്പോൾ, മഹാപൗരോഹിത്യം കൊടുത്തപ്പോൾ അമ്മൻ ഹൂരിന് ഒന്നും കൊടുത്തില്ല. ഹൂരിനൊന്നും കൊടുത്തില്ല. മോശയുടെ ഹൃദയത്തിലെങ്കിലും കാണും, കർത്താവേ, നിന്റെ വേലയുടെ മുഖത്ത് ചുമൽ കൊടുത്ത ഒരു ദാസനാണ്. ആ ദാസന് ഒന്നും നീ കൊടുക്കാതെ വിട്ടല്ലോ. ഇന്ന് പകൽ എൻ്റെ ദൈവം കമിനാർക്ക് കടക്കാരനല്ല. എൻ്റെ ദൈവം അനീതിയുള്ള രാജാവല്ല. കേട്ടോണേ, ഇസ്രായേലിൻ്റെ നടുവിൽ വസിപ്പാ ദൈവം ഒരു ആലയം പണിയണമെന്ന് ആഗ്രഹിച്ചപ്പോ ആദ്യം പറഞ്ഞത് അഹരോനെ വിളിക്കണമെന്നല്ല. ആദ്യം പറഞ്ഞത് ഹൂരിന്റെ മകനായ ബെസലേലിനെ വിളിക്ക്. അർത്ഥാൽ ഇത്രയുള്ളൂ. ഇന്ന് പകൽക്കാലം ഈ ഉച്ച കഴിയുന്ന സമയത്ത് 4 മണിയോട് അടുക്കുന്ന സമയത്ത് ഈ ആലയത്തിൽ വന്നിരുന്ന ഒരു തുള്ളി കണ്ണീരെങ്കിലും വീട്ടി അമ്മ വീട്ടി ദൈവസന്നിധി നിലവിളിച്ച നിന്റെ മാത്രമല്ല, നിന്റെ തലമുറയെ മാത്രമല്ല, നിന്റെ തലമുറയുടെ തലമുറയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അവർ God is the God of generation. ഇന്ന് പകൽക്കാലം തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. അവർ God is the God of Eleazar. അവർ God is the God of our father. ഇന്ന് പകൽ അവൻ തലമുറകളുടെ ദൈവമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പ്രാർത്ഥനകളിൽ ചിലപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇരുന്നും നടന്നും കിടന്നു നോക്കിയാ പ്രാർത്ഥിക്കും. ചിലപ്പോഴൊക്കെ കരയാറുണ്ട്. ഇപ്പോഴും ഞാൻ ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പദമുണ്ട്, എൻ്റെ ദൈവമേ, നീ എനിക്ക് എലയാസറാണ്. ലോ, നീ എനിക്ക് എലയാസറാണ്. എന്താ അതിൻ്റെ വാക്കിനർത്ഥം? നീ എൻ്റെ അപ്പൻ്റെ ദൈവമാണ്. ലോ, പ്രാർത്ഥന പറഞ്ഞു പോകാൻ മറന്നുപോയ രാത്രികളുണ്ടായിരുന്നു. എത്രയോ പ്രാവശ്യം ദൈവത്തെ വിട്ടുപോകാൻ ആമെ പദ്ധതികളിട്ട ദിനരാത്രങ്ങളുണ്ടായിരുന്നു. അവിടെ ഒക്കെ നിലനിർത്തിയവ. നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? നിങ്ങളെൻ്റെ കൂടെയുണ്ടോ? ഇന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞാൽ മാളകളിൽ നിങ്ങളുടെ തലമുറകൾ പറയും, എൻ്റെ മാതാവിൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം. ഹലോ, ഞാൻ രാവിലെ എൻ്റെ സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി കണ്ണൂരിൽ നിന്നും ഒരു കുഞ്ഞ് കണ്ണൂരിനടുത്തുള്ള സ്ഥലത്തു നിന്ന് കുഞ്ഞ് വിളിച്ചിട്ട് എന്നോട് പറയുക, ബികോമിന് പഠിക്കുന്ന അവൻ എന്നോട് പറയുക, അവനെൻ്റെ വലിയമ്മച്ചി പ്രാർത്ഥിക്കുന്നത് കണ്ടാ ഞാൻ രക്ഷയിലേക്ക് വന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 6 മാസം മുമ്പ് വലിയമ്മച്ചി മരിച്ചുപോയി. പക്ഷെ അവൻ പറയുക, അമ്മേൻ വലിയമ്മച്ചി കാണിച്ചു തന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ലോ, കുടുംബത്തിൽ ആരും രക്ഷിക്കപ്പെട്ടില്ല, ആരും അവൻ്റെ കൂടെ ആരാധനയ്ക്ക് വന്നില്ല. പക്ഷെ അവൻ പറയുക, 20ാമത്തെ വയസ്സിലും ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്നത് വെറുതെയല്ല. അവൻ വേറെ സമയമില്ലാത്തത് കൊണ്ട്, സമയം പോക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ല. ഇന്ന് പകൽ ഇതിനകത്ത് വന്നിരുന്ന് കരയുന്ന നിന്റെ ഒരു കണ്ണുനീർ തുള്ളിയുണ്ടല്ലോ, അവൻ്റെ ദൈവം തുരുത്തിയിലെടുത്തു വച്ചിരിക്കും. നാളുകളിൽ നിന്റെ തലമുറകൾ മാത്രമല്ല, തലമുറയുടെ തലമുറ പറയോ, എൻ്റെ വലിയ മെച്ചി പ്രാർത്ഥിച്ചത് കൊണ്ട്, എൻ്റെ വലിയ പച്ചം പ്രാർത്ഥിച്ചത് കൊണ്ട് ഞാൻ ഈ സ്ഥിതിക്കെത്തിയത്. അത് ഉറപ്പുള്ളവർ കരമുയർത്തി.